അങ്ങനെ ഫൈനലി ഇന്ന് നമ്മൾ ടെറേറിയം സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ സാധനങ്ങളുടെ ലിസ്റ്റിൽ ബാക്കി ഓൺലൈനിൽ നിന്ന് മേടിക്കേണ്ട എല്ലാം കിട്ടി. ട്രീ ബാർക്ക്, സ്പാഗ്നം മോസ്, ചാർക്കോൾ ആൻഡ് വർമി കമ്പോസ്റ്റ്. ആൻഡ് ഇനി 2 ഐറ്റം കൂടെ വാങ്ങാനുണ്ട്, മെറ്റൽ മെഷും തെർമോക്കോളും. മെഷ് ടെറേറിയത്തിനകത്ത് വെക്കാനുള്ളതാണ് ആൻഡ് തെർമോക്കോൾ സ്റ്റാൻഡിനും ഗ്ലാസ് ടാങ്കിനും ഇടയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് രണ്ടും അളവിനനുസരിച്ച് മേടിച്ചു. ആൻഡ് നമ്മുടെ ടെറേറിയം വെക്കുന്ന സ്പോട്ടിൽ സ്റ്റാൻഡ് ആദ്യം എടുത്ത് വെച്ചു. എന്നിട്ട് തെർമോക്കോൾ അളവനുസരിച്ച് കട്ട് ചെയ്ത് സ്റ്റാൻഡിൽ വെച്ചു. കറക്റ്റ് ഫിറ്റ് ആക്കി വേണം വെക്കാൻ. അപ്പൊ ഇച്ചിരി പ്രസ് ഒക്കെ ചെയ്ത് വെച്ചു. ആൻഡ് ഇത് കഴിഞ്ഞ് ടാങ്ക് എടുത്ത് വെച്ചു. ഇനി നമുക്ക് ടെറേറിയത്തിനകത്തുള്ള പരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ മെഷ് കറക്റ്റ് ടാങ്കിന്റെ സൈസിന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അളവ് വെച്ച് നോക്കി അതും കട്ട് ചെയ്തു. ഈ എൻ്റെ പ്രോസസ്സിൽ ഫൈനൽ ടെറേറിയത്തിന് ശേഷം എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയത് ഈ ക്ലേ ബോൾ ഇടുന്നതാണ്. നല്ല ASMR ലെവലായിരുന്നു. ഇതിട്ട് ഒന്ന് ലെവലാക്കി കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. ആൻഡ് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മെഷും വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ മെയിൻ ലെയർ മിക്സർ സെറ്റ് ആക്കണം. അതിന് മുന്നേ ഒരു ചെറിയ ബ്രേക്ക്. വീട്ടിൽ പായസം ഉണ്ടാക്കിയായിരുന്നു, അപ്പോൾ അത് കുടിച്ചൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ ആദ്യം കോക്കോ പീറ്റ് ബ്ലോക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് മിക്സ് ആക്കി. അടുത്തത് സ്പാഗ്നം മോസ്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇത് കുറച്ച് അധികം ആവശ്യമുണ്ട്. ആൻഡ് ഇത് നല്ലപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ആൻഡ് ഇത് നമ്മുടെ കോക്കോ പീറ്റിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തു. നെക്സ്റ്റ് ചാർക്കോളും ട്രീ ബാർക്കും. ഇത് രണ്ടും ഇച്ചിരി വലിയ പീസസ് ആയിരുന്നു. അപ്പോൾ ഒരു ചുറ്റിയ കൊണ്ട് ഒന്ന് അടിച്ച് പൊട്ടിച്ചു. ഇതിൽ ചാർക്കോൾ ചെറിയ പീസസ് ആയി ഏകദേശം. ബാർക്ക് കൈകൊണ്ട് പൊട്ടിച്ചേ പറ്റൂ, പറ്റുന്നത്രയും ചെയ്തു. എന്നിട്ട് ഇത് രണ്ടും മിക്സിലേക്ക് ഇട്ടു. ആൻഡ് ഫൈനലി വർമി കമ്പോസ്റ്റും കുറച്ച് ആഡ് ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മുടെ മെയിൻ ലെയർ റെഡിയായി. ഇത് ടാങ്കിൽ മെഷിന്റെ മുകളിലിട്ട് ഫുള്ള് നല്ലൊരു ലെയർ ആക്കി. ആൻഡ് ഇത് ടാങ്കിന്റെ ബാക്കിലേക്ക് ഒരു സ്ലോപ്പ് പോലെയും വെക്കണം. അപ്പൊ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ മിക്സ് ബാക്കിലേക്ക് ഇട്ടു. അങ്ങനെ നമ്മുടെ പ്രോസസ്സിന്റെ ഫൈനൽ സ്റ്റെപ്പ് എത്തി. ഇനി കല്ലുകളും ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടെറേറിയം റെഡി. സോ നമ്മൾ മേടിച്ച വലിയ റോക്ക് തന്നെ ആദ്യം വെച്ചു. ആൻഡ് കുറെ ആലോചിച്ച് എല്ലാവരുടെ ഒപ്പീനിയൻ ഒക്കെ ചോദിച്ച് ബാക്കിയുള്ള കല്ലും ചെടിയും മോസും എല്ലാം ഓരോ സ്പോട്ടിലായിട്ട് വെച്ചു. അങ്ങനെ അവസാനം നമ്മുടെ ടെറേറിയം റെഡിയായി ഫൈനലി. ഇതിപ്പോ ഞങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ടാണ് സ്റ്റാർട്ട് ടു ഫിനിഷ് ചെയ്തത്. നല്ല പാടായിരുന്നു, ബട്ട് ഐ എം സോ ഹാപ്പി അബൌട്ട് ഹൗ ഇറ്റ് ടേൺഡ് ഔട്ട്. പിന്നെ നമ്മുടെ ആകെ ഉള്ളൊരു പ്രശ്നം ടാങ്കിലെ ഒരു ഫോഗിനെസ് ആണ്. ഇത് പഴയ ഫിഷ് ടാങ്ക് ആയതുകൊണ്ട് ആ വാട്ടർ ഇരുന്നതിന്റെ ഒരു സംഭവമാണ്. ഇത് കുറെ ഉരച്ചു നോക്കി പോണില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഓൾസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ സെറ്റ് ചെയ്തേക്കുന്ന രീതി? ഇനി ബാക്കിയുള്ളത് ഒരു ലിഡ് സെറ്റ് ആക്കണം, ടാങ്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാൻ. അതും പിന്നെ ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് ഞാനൊരു അപ്ഡേറ്റ് വീഡിയോ ഇടാം. ആൻഡ് താങ്ക്സ് ഫോർ ഓൾ ദ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ത്രൂ കമന്റ്സ് ആൻഡ് മെസ്സേജസ് അബൌട്ട് ദ ടെറേറിയം. ആൻഡ് ഈ എൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, ഞങ്ങൾ യൂസ് ചെയ്ത സാധനങ്ങളുടെ ലിസ്റ്റ്, എവിടെ നിന്ന് മേടിച്ചു എന്നതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ഡോക്യുമെന്റ് നിങ്ങൾ ഗൈഡ് എന്ന് കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ലൈക്ക് ചെയ്ത് അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അടുത്തോട്ട് കാണാം. ടാറ്റ.